ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു റൈസ് മില്ലിൻ്റെ കഥയാണ്. റൈസ് മില്ലുകൾ നമുക്കറിയാം, കേരളത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ പലപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റൈസ് മില്ലുകൾ വളരെ കുറവാണ്. അതിന് കാരണം പലപ്പോഴും അരിക്കച്ചവടം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് വളരെ ട്രേഡിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി വന്നിട്ടുള്ള ആളുകളാണ് കൂടുതൽ ആളുകളും ഈ റൈസ് മിൽ ഓണേഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ലെവലിലേക്കും ഒരു വലിയ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലേക്കും ഒക്കെ ഇതിനെ വളർത്തിയെടുത്തിട്ടുള്ള ആളുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ മാനേജ്മെൻറ്റ് സിസ്റ്റംസും മാനേജ്മെൻറ്റ് രീതികളുമെല്ലാം വലിയ പ്രശ്നത്തിലുമാണ്. അതുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് റൈസ് മില്ലുകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. ആന്ധ്രയിലടക്കമുള്ള റൈസ് മില്ലുകളിൽ നമ്മൾ പോവുകയും കാണുകയും പ്രവർത്തന രീതികളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിലും ഇത് തന്നെയാണ് സ്ഥിതി. പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള റൈസ് മില്ലുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു റൈസ് മില്ലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ റൈസ് മില്ലിന് മൊത്തത്തിൽ അവരുടെ സിസ്റ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒപ്പം തന്നെ അവരുടെ ബ്രാൻഡിങ് റെഡിയാക്കി എടുക്കണം. അവർ ഏകദേശം 6ഓളം ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ അറിയുന്ന കൺസ്യൂമർ ബ്രാൻഡുകളല്ല താനും. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത്ര എളുപ്പമുള്ള പ്രോസസ്സല്ല. കാരണം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഈ കമ്പനി ഉള്ളത്. ഞങ്ങൾ പഠിക്കാൻ ചെന്നപ്പോൾ തന്നെ കൃത്യമായി യാതൊരു സിസ്റ്റവും ഇല്ലാതെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് അവിടുത്തെ ആക്ടിവിറ്റീസിനെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ പർച്ചേസിൽ നിന്ന് ആരംഭിക്കുകയാണ് ചെയ്തത്. പർച്ചേസിന് കൃത്യമായ രേഖകളില്ല. എങ്ങനെയാണ് പർച്ചേസ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു വ്യക്തി പോലുമില്ല. പല ആളുകളാണ് പല സമയത്തും പർച്ചേസിന് വേണ്ടി ഫോൺ വിളിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ചിലപ്പോൾ ഒരു പർച്ചേസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പേരിൽ ഒരാളുണ്ടെങ്കിൽ പോലും അയാൾ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ചിലപ്പോൾ ഓണർ തന്നെ വിളിക്കും, ഓണറിൻ്റെ മകനും മകളും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പല ആളുകൾ, ഏകദേശം 4ഓളം ആളുകൾ പർച്ചേസിൽ മാത്രം ഇൻവോൾവ് ആണ്. ഒരു കൃത്യമായിട്ടുള്ള പോയിന്റ് പോലുമില്ല, ഡോക്യുമെൻറ്റേഷൻ ഇല്ല, സോഫ്റ്റ്വെയർ ഇല്ല. പർച്ചേസിൻ്റെ കാര്യം ഏകദേശം ഇങ്ങനെയാണെങ്കിൽ പിന്നെ അതുമായി തുടർന്ന് വരുന്ന ഡെലിവറിയുടെ കാര്യവും സ്റ്റോക്കിൻ്റെ കാര്യവും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അക്കൗണ്ടിങ് വളരെ ശോകമാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ കൂടുതലായും ചിലപ്പോൾ കുറഞ്ഞും ഒക്കെ പോകാം. അപ്പോൾ യാതൊരു കൃത്യതയുമില്ലാത്ത അവസ്ഥ. അടയ്ക്കേണ്ടതിനേക്കാൾ കൂടുതൽ ടാക്സ് അടച്ചിട്ടുള്ള അവസ്ഥയും മുൻപുള്ള വർഷങ്ങളിൽ സംജാതമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴാണ് അതായത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞങ്ങളെ സമീപിക്കുന്നത്. മിക്ക ആളുകളും വലിയ പ്രശ്നങ്ങളുണ്ടായി ഒരു തരത്തിലും രക്ഷപ്പെടില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വഴിയില്ല എന്ന് തോന്നുമ്പോഴാണ് കൺസൾട്ടൻറ്റിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. നിങ്ങൾ കുറച്ച് മുൻപ് സമീപിക്കുകയാണെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടാക്കി നമുക്കതിനെ ബെറ്ററാക്കാൻ സാധിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത്തരത്തിൽ ഒരു ട്രേഡിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളൊക്കെ കൺസൾട്ടൻസിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വളരെ ചെറിയ ഒരു ഫീസിൽ പെട്ടെന്ന് ഇതങ്ങ് ഒതുക്കി തീർക്കാം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ചെറിയ ഫീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 30,000 രൂപയോ 50,000 രൂപയോ ഒക്കെ മാസം ചിലവാവുള്ളൂ എന്നുള്ളതാണ് പലരുടെയും ധാരണ. റിയൽ ആയിട്ടുള്ള ഒരു കൺസൾട്ടിങ് അസൈൻമെൻറ്റിന് മന്ത്ലി ഒരു 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ ചിലവ് വരും. അതിന് കാരണം വളരെ ഇൻവോൾവായി നിങ്ങളുടെ പ്രോസസ്സുകൾ കൃത്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ആവശ്യം. അത് ഏകദേശം ഒരു 6 മാസം വരെ പോകാം. ചുരുക്കി പറഞ്ഞാൽ ഒരു 30 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഉള്ള ഒരു വലിയ പ്രോസസ് ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് അവിടെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഞാൻ പറയുന്നത് അത്യാവശ്യം വലിയ കമ്പനികളുടെ കാര്യമാണ്. വളരെ ചെറിയ കമ്പനികളും ചെറിയ കടകളും അടക്കം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഇത്രയും ഫീസോ ഇൻവോൾവ്മെൻറ്റോ ആവശ്യം വരാറില്ല. പക്ഷേ ഇത്രയും ആവശ്യമുണ്ട്. കാരണം 50 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലാഭിക്കാൻ പോകുന്നത് ഒരു പക്ഷേ 50 കോടി രൂപയായിരിക്കാം. അത്രയും വലിയ വ്യത്യാസം നിങ്ങളുടെ ഓട്ടോമേഷനിലും നിങ്ങളുടെ സമയത്തിലും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം. ഇവിടെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തത്, എല്ലാ സ്ഥലങ്ങളിലും ഒരേ മോഡലല്ല പലപ്പോഴും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഇവിടെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത മോഡലിൻ്റെ പേര് പീറ്റേഴ്സ് വാട്ടർമാൻ മോഡൽ എന്നാണ്. ഈ പീറ്റേഴ്സ് വാട്ടർമാൻ മോഡൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 8 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 പേരും കൂടി 8 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷനെ എക്സലൻസിലേക്ക് എത്തിക്കുന്നത്. ആ 8 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷനും ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം എല്ലാം കൂടി ഒറ്റയടിക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 8 കാര്യങ്ങളുടെ ഫ്രെയിംവർക്കിലാണ് ഞങ്ങൾ ഫോക്കസ് ആരംഭിച്ചത്. അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബയസ് ഫോർ ആക്ഷൻ എന്നുള്ളതാണ്. ബയസ് ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്യൽ മാത്രമായിട്ട് അവസാനിക്കുകയാണ് പതിവ്. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വേണമെന്ന് വലിയ ഘോരം പ്രസംഗിക്കും, പക്ഷെ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ആക്ഷൻ ഉണ്ടാക്കാൻ ആക്ച്വലി എന്താണ് വേണ്ടത്? വലിയ ഒരു ജോബാണെങ്കിൽ തന്നെ അതിനെ ചെറിയ കട്ടകളാക്കി സ്പ്ലിറ്റ് ചെയ്യുക, ചെറിയ പ്രൊജക്റ്റുകളാക്കി മാറ്റുക. ചങ്കിങ് എന്നാണ് ഇതിനെ പറയുന്നത്. ചെറിയ ചങ്ക്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്.
അങ്ങനെ ഞങ്ങൾ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്ന പ്രോസസ്സ്, ആ പർച്ചേസിനെ നമുക്ക് കംപ്ലീറ്റ്ലി സ്ട്രീം ലൈൻ ചെയ്യണം, ആ ഡിപ്പാർട്ട്മെൻറ്റിനെ സ്ട്രീം ലൈൻ ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രീം ലൈൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ കൃത്യമായൊരു പർച്ചേസ് പോളിസി ഉണ്ടാവണം. പോളിസി ഇല്ല. അപ്പോൾ ആദ്യം പോളിസി രൂപവൽക്കരിക്കാനായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തി. അത് ചങ്കിങ് ആണ്. അപ്പോൾ ഒരാളെ ചുമതലപ്പെടുത്തലാണ് ഈ ചങ്കിങ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയവും രൂപപ്പെടുത്തി. എന്നിട്ട് അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതിനെ കൺസൾട്ട് ചെയ്യാനുമുള്ള ആളുകളെ കൃത്യമായി കണക്ട് ചെയ്തു. അങ്ങനെ പർച്ചേസ് പോളിസി രൂപപ്പെട്ടു. അപ്പോൾ ആദ്യ ഭാഗത്തിൽ ഉണ്ടാക്കപ്പെടുന്നത് പോളിസിയാണ്. പിന്നീട് ആ പോളിസിയുടെ ഭാഗമായി പ്രോസസ്സുകൾ ഉണ്ടാക്കുന്നു. പ്രോസസ്സുകളിൽ നിന്ന് സിസ്റ്റം വരുന്നു. ആ സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ട ആളുകളെ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ആ രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബയസ് ഫോർ ആക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഏകദേശം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഇത്തരത്തിലുള്ള ചങ്കിങ് ആക്ടിവിറ്റീസ് നടന്നു. അത് വലിയ മാറ്റമാണ് അവിടെ ഉണ്ടാക്കിയത്. കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് അവിടെ ഇംപ്ലിമെൻറ്റഡ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും രസകരം. അടുത്തത് ക്ലോസ് ടു ദ കസ്റ്റമർ എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഫ്രെയിം വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ക്ലോസ് ടു ദ കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെന്താണ് ആവശ്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളുടെ ബ്രാൻഡിങ് ആണെങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നിശ്ചയിക്കാൻ എന്നുള്ളതാണ്. ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് ഇതുവരെ എടുക്കുക ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഈ കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവരാഗ്രഹിക്കുന്ന ഒന്നാണ്, നമ്മൾ കൊടുക്കുന്നത് നേരെ തിരിച്ചാണ്, എന്നിട്ട് നമ്മളുമായിട്ടുള്ള റിലേഷൻ്റെ പുറത്ത് മാത്രമാണ് ഈ ട്രേഡ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയാണ് അവിടെയും സംഭവിച്ചുകൊണ്ടിരുന്നത്. കസ്റ്റമേഴ്സ് എല്ലാം ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് മാത്രമല്ല, അവർ വലിയ വലിയ അഭിപ്രായങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തു. ഈ അഭിപ്രായങ്ങൾ നമുക്ക് വലിയ വാലിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരുന്നു. ഈ വാലിഡ് പോയിൻറ്റ്സ് കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ചില സ്ഥലങ്ങളിൽ റോങ് പ്രൊഡക്റ്റാണ് കൊടുത്തിരുന്നത്, ചില സ്ഥലങ്ങളിൽ അതിൻ്റെ പാക്കേജിങ് അട്രാക്റ്റീവ് ആയിരുന്നില്ല, ചില സ്ഥലങ്ങളിൽ പാക്കേജിങ്ങിൻ്റെ ക്വാളിറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കമൻറ്റുകൾ വന്നു തുടങ്ങിയതോടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിലേക്കും കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് പ്രൊഡക്റ്റുകൾ നമുക്ക് എത്തിക്കാൻ സാധിച്ചു. മൂന്നാമത്തെ ഓട്ടോണമി ആൻഡ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഓട്ടോണമി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഘടകമാണ്. ഇവിടെ ഓട്ടോണമി അല്ലെങ്കിൽ പവർ ഡെലിഗേഷൻ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിരുന്നേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ടോപ്പിലുള്ള 2-3 ആളുകൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. എന്തിലും ഡിസിഷൻ അവർ തന്നെ എടുക്കണം. അവർ ധരിച്ചിരുന്നത് അവർക്ക് മാത്രമേ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും ഓൺട്രപ്രണേഴ്സിൻ്റെ വലിയ പ്രശ്നം അവിടെ തന്നെയാണ്. മിക്ക ആളുകളും വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ ഇതൊക്കെ തീരുമാനിക്കാനുള്ള കഴിവുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് മാറിക്കൊടുത്താൽ നിങ്ങളെക്കാൾ ഭംഗിയായി തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ തന്നെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പുവരുത്തുക, കൃത്യമായി ടീമുകളെ വിഭജിക്കുകയും പവർ കൊടുക്കേണ്ട ആളുകളെ അതിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അവിടെ അത്തരത്തിലുള്ള എംപ്ലോയീസ് ഇല്ലെങ്കിൽ നല്ല എംപ്ലോയീസിനെ പുറത്തു നിന്ന് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ 2-3 ആളുകളെ ടോപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരികയും അവർക്ക് കൃത്യമായി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്ന പദവികൾ കൊടുത്ത് അവർക്ക് റെസ്പോൺസിബിലിറ്റീസും പവറും കൊടുക്കുകയും ചെയ്തതോടുകൂടി ഈ ഓട്ടോണമി കൃത്യമായി അവർക്ക് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യാനുള്ള അധികാരങ്ങളും ഒപ്പം തന്നെ കൃത്യമായ മോണിറ്ററിംഗ് സിസ്റ്റംസും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അടുത്തത് പ്രൊഡക്ടിവിറ്റിയാണ്. അത് പ്രൊഡക്ടിവിറ്റി ത്രൂ പീപ്പിൾ എന്നുള്ളതാണ്. പലപ്പോഴും ഇതുപോലുള്ള മാനുഫാക്ചറിങ് പ്ലാന്റുകളിലൊക്കെ മാനുഫാക്ചറിങ്ങിന് ഒരു പ്രത്യേക സ്റ്റാൻഡർഡൈസേഷനും രീതികളും പ്രോസസ്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആളുകൾ അതിനകത്ത് സഹകരിച്ചില്ലെങ്കിൽ, ഇൻപുട്ട് കൊടുക്കേണ്ടത് ആളുകൾ തന്നെയാണല്ലോ, ആളുകൾ സഹകരിച്ചില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി മെഷീനുകളുടെ അല്ല മനുഷ്യരുടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു മെത്തഡോളജി, അവർക്കുള്ള ബെനിഫിറ്റ്സ്, HR ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്തു. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു PMS പെർഫോമൻസ് മോണിറ്ററിംഗ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായും അവർ കുറച്ചുകൂടി ജാഗരൂകരായി, അവർ കുറച്ചുകൂടി പെർഫോം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവരായി. അവർക്കൊരു ഫിക്സഡ് പ്ലസ് വേരിയബിൾ പേ കൊണ്ടുവന്നു. അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടിത്തുടങ്ങി, അവർക്ക് റിവാർഡുകൾ ലഭിച്ചു തുടങ്ങി, അവർ അപ്രീഷിയേറ്റഡായി, അവർ മോട്ടിവേറ്റഡായി. അടുത്ത ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഡ്രിവൻ കമ്പനി എന്നുള്ളതാണ്. ഈ പീറ്റേഴ്സ് വാട്ടർമാൻ മോഡലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്നാണ് ഈ വാല്യൂ ഡ്രിവൻ കമ്പനി. പലപ്പോഴും നമ്മുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് പോലും അറിയുന്നുണ്ടാവില്ല. വാല്യൂ പലപ്പോഴും കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. ഒരു പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തെ വളർത്തിയിട്ടുള്ളത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന വാല്യൂ ആണ്. പക്ഷേ അദ്ദേഹം പോലും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ സാധനം അവിടെ എത്തിച്ചിരിക്കും എന്നുള്ളതാണ്. കമ്മിറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ വാല്യൂ താഴേക്ക് പകർന്നു കൊടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡീൽ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളിലും കൃത്യമായി ഈ കാര്യങ്ങൾ നടക്കുകയും
താഴെയുള്ള ആളുകളിലേക്ക് ഇത് ഡെലിഗേറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ നടക്കാതിരിക്കുകയും ചെയ്തു പോകുന്നു. കാരണം അവരുടെ പ്രയോറിറ്റി മറ്റു പലതിനുമായിരുന്നു. ക്യാഷ് കളക്ട് ചെയ്യുന്നതിനൊക്കെ പ്രയോറിറ്റി അവർ കൊടുത്തു. പക്ഷേ ക്യാഷ് കളക്ട് ചെയ്യുന്നതിനേക്കാൾ തൻ്റെ വാല്യൂവിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഈ ഓണർ ആക്ച്വലി ഈ വാല്യൂ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂ പതിയെ ആളുകളിലേക്ക് എത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ വാല്യൂവിൻ്റെ പുറത്താണ് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ നിലകൊള്ളുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. കമ്മിറ്റ്മെൻറ്റ് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി ആളുകൾ റെഡിയായി തുടങ്ങി. അടുത്തത് സ്റ്റിക്ക് ടു ദ കോർ കോമ്പിറ്റൻസി എന്നുള്ള ഒരു പോയിൻ്റാണ്. പലപ്പോഴും അടക്കമുള്ള വലിയ ഓർഗനൈസേഷനുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൊരു പാഠമാണ്. നമുക്ക് ചില കോർ കോമ്പിറ്റൻസീസ് ഉണ്ടാവും. ചിലപ്പോൾ അതല്ലാതെ മറ്റുള്ള പല സാധനങ്ങളും നമ്മൾ തലയിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു, സ്പൈസസ് അടക്കം ട്രേഡ് ചെയ്തിരുന്നു ഡിവിഷൻ. പക്ഷേ സ്പൈസസ് എല്ലാം മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തുകൊണ്ട് പാക്കേജിങ് മാത്രമാണ് പ്രധാനമായും അവിടെ ചെയ്തിരുന്നത്. പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ അതങ്ങ് കൊടുത്തു കളയാം എന്നുള്ളതായിരുന്നു അവരുടെ ആശയം. പക്ഷേ ഞങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തപ്പോൾ ഇവരുടെ സ്പൈസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഡിവിഷൻ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതവരുടെ കോർ കോമ്പിറ്റൻസി അല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പല ആൾക്കാരും ഇത് മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവരത് മനസ്സിലാക്കി, അവരത് മാറ്റാൻ തയ്യാറായി. തങ്ങളുടെ കോർ കോമ്പിറ്റൻസിയായ റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ കോർ കോമ്പിറ്റൻസിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇക്കോണമീസ് ഓഫ് വോളിയം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടേതായിട്ടുള്ള ചില സീക്രട്സ് ഉപയോഗിച്ച്, നിങ്ങളുടേതായിട്ടുള്ള ചില പ്രോസസ്സുകൾ, യുണീക്ക് പ്രോസസ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ആ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ലിവറേജ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഇത്തരത്തിൽ അവിടെ നമുക്കും കൊണ്ടുവരാൻ സാധിച്ചു. വലിയ മാറ്റം ഉണ്ടായത് ശരിക്കും ഈ സ്പൈസ് പൗഡർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറ്റിയപ്പോഴാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നഷ്ടം കുറഞ്ഞു എന്ന് മാത്രമല്ല, മറ്റുള്ളതിലെ ലാഭം നമുക്ക് കൂട്ടിയെടുക്കാനും സാധിച്ചു. അതുപോലെ തന്നെ സിമ്പിൾ ഫോം ലീൻ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വ്യക്തതയുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്ക് ഒരു അപ്രൂവൽ എടുക്കണമെങ്കിൽ കുറേ ആളുകളുടെയൊക്കെ ഒരു അപ്രൂവൽ വേണമെന്ന ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ആരെയും അപ്രോച്ച് ചെയ്യാം, ആരെയും കണക്ട് ചെയ്യാം. ആവശ്യത്തിന് മാത്രമുള്ള സ്റ്റാഫ് അവർ കൃത്യമായി എംപവർ ചെയ്യുക, അവർ കൃത്യമായി റിവാർഡ് ചെയ്യുക. ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ആളുകൾക്ക് ഈ ഡിലേ എന്ന് പറയുന്ന സംഭവം ഒഴിവായി. പണ്ട് കാലത്ത് ഒരു മെയിൽ അയച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചിട്ട് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കുറേ നേരം കാത്തിരുന്ന, ദിവസങ്ങളോളം കാത്തിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വിത്തിൻ 24 hours എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ അവതരിപ്പിക്കുകയും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാത്തിനും തീരുമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ സർക്കാരൊക്കെ നമ്മൾ കൊണ്ടുവന്ന പോലെ ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നല്ലോ. എന്ന് പറയുന്ന പോലെ 24 മണിക്കൂറിനകം നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഓഫീസറിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിൽ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്തു. വലിയ മാറ്റങ്ങളാണ്. പണ്ട് കാലത്ത് കാലങ്ങളോളം ഡിലേ ആയിരുന്ന പല പ്രോസസ്സുകളും വളരെ ഈസി ആയിട്ട് നടക്കാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ അവസാനത്തെ ഒരു കോൺസെപ്റ്റാണ് സൈമൾട്ടേനിയസ് ലൂസ് ടൈറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മളവിടെ കൊണ്ടുവന്ന ഒരു റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുറച്ച് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ പോലും വളരെ എഫക്റ്റീവായിട്ട് അവിടെ നടപ്പിലാക്കാൻ സാധിച്ചു. കാരണം യാതൊരു മോണിറ്ററിങ്ങും ഇല്ലാതെയാണ് എംപ്ലോയീസൊക്കെ പോയിരുന്നത്. കൃത്യമായ മോണിറ്ററിങ് അവിടെ എല്ലാ ഭാഗങ്ങളിലും കൊണ്ടുവന്നതോടുകൂടി, ഓരോരുത്തരുടെയും KPIs ഡിഫൈൻ ചെയ്തതോടുകൂടി മന്ത്ലി അവരെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അവരെ എല്ലാവരെയും മന്ത്ലി ഒരു പ്രത്യേക റാങ്കിങ്ങിലേക്കും മാർക്കിങ്ങിലേക്കും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടായി. എങ്ങനെയാണ് കൂടുതൽ ഗ്രോ ചെയ്യുക എന്നുള്ള കൃത്യതയും അവർക്ക് ലഭിച്ചു. ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവർ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുമെന്നുള്ള വ്യക്തമായ ധാരണ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. നന്നായി പെർഫോം ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ, നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ, നല്ല ഡ്രൈവുള്ള ആളുകൾ മുകളിലേക്ക് പൊന്തി വന്നു. തീരെ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഡിമോട്ടിവേറ്റഡ് ആവുകയും അവർ താഴേക്ക് പോവുകയും ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റത്തിൻ്റെ പുറത്താവുകയും ചെയ്യുമെന്നുള്ളതും സത്യമാണ്. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് രസകരം. മിക്ക ഓർഗനൈസേഷനിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെയാണോ നമ്മൾ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുന്നത്, എത്രമാത്രം ശക്തമായാണോ അത് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, എത്രമാത്രം കൃത്യമായി നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും സിസ്റ്റംസ് പുതിയതുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വിജയം. അങ്ങനെ ഈ ഒരു 8 സ്റ്റെപ്പുകളിലൂടെ കൃത്യമായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനിലെയും മോണിറ്ററിങ്ങിലൂടെയും ഇതിൻ്റെ ബാക്ക് എൻഡിനെ കുറേയും കൂടിയും ഒരു എക്സലൻസിയിലേക്ക്, സിസ്റ്റമൈസേഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു.
ഇത് ബാക്ക് എൻഡാണ് നമ്മളിപ്പോൾ സിസ്റ്റമൈസ് ചെയ്തത്. ഇനി അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ് കൂടി നമുക്ക് സിസ്റ്റമൈസ് ചെയ്യാനുണ്ട്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും ബ്രാൻഡിങ്ങിലും ഒക്കെയാണ് ഇനി ഫുൾ ഫോക്കസ് വരാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് കൂടി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളും ഒരു വലിയ ബ്രാൻഡും കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്.